ഒരിടവേളയ്ക്ക് ശേഷം മൂന്നാറിൽ മുതിരപ്പുഴയിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം നിക്ഷേപിക്കപ്പെടുന്നതായി പരാതി. മാലിന്യവാഹിനിയായിരുന്ന മുതിരപ്പുഴയെ പിന്നീട് കൂട്ടായ പ്രയത്നത്തിലൂടെ ഒരു പരിധിവരെ മാലിന്യമുക്തമാക്കി മാറ്റിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും പഴയ പടിയിലേക്ക് എത്തിയിട്ടുള്ളത്. മൂന്നാറിന്റെ ജീവനാഡിയാണ് മുതിരപ്പുഴ. ജലസേചനത്തിനുൾപ്പെടെ നിരവധി ആളുകൾ മുതിരപ്പുഴയിലെ വെള്ളത്തെ ആശ്രയിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മുതിരപ്പുഴ മാലിന്യവാഹിനിയാകുന്നുവെന്നാണ് ആക്ഷേപം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം പുഴയിലേക്ക് നിക്ഷേപിക്കുന്നത് വർദ്ധിക്കുന്നുവെന്ന് പരാതി ഉയരുന്നു. நீங்கள் பார்க்கக்கூடிய இந்த முதற்புழை ஆறுன்றது பல நூற்றாண்டுகளாக இங்கே மூணாறில் வந்து ரொம்ப சுத்தமாக இருந்த தண்ணி இப்போ தற்காலம் இந்த முதற்புழை ஆறுன்றது ரொம்ப மாசுபட்டு இருக்கு. இதை யாரும் சம்மந்தப்பட்ட அதிகாரிகள் மூணாரை பொறுத்தவரைக்கும் கண்டுக்கிறது இல்லை. இதே நிலைமை നീടിച്ചിട്ടുണ്ടെന്നാ இந்த ആറ് ഇനി ഇല്ലാമ പോകാനുള്ള വായ്പ. മുമ്പ് വളരെയേറെ മാലിന്യം പേറിയായിരുന്നു മുതിരപ്പുഴ ഒഴുകിയിരുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങളുടെ അടക്കം പിന്തുണയോടെ പിന്നീട് മുതിരപ്പുഴയെ ഒരു പരിധിവരെ മാലിന്യമുക്തമാക്കിയിരുന്നു. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയും കടുപ്പിച്ചു. ഇതിനുശേഷമാണിപ്പോൾ കാര്യങ്ങൾ വീണ്ടും പഴയ പടിയിലേക്ക് എത്തിയിട്ടുള്ളത്. ശുചിമുറി മാലിന്യവും നിക്ഷേപിക്കപ്പെടുന്നുവെന്ന ആക്ഷേപമുണ്ട്. രാത്രിയുടെ മറവിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത്. മുതിരപ്പുഴയെ മാലിന്യമുക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടൽ തുടരണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.